നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ തിരുത്തൽ നടപടികളുമായി മുന്നണികളും ഘടകകക്ഷികളും മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. നേട്ടമുണ്ടാക്കിയ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയ നിയമസഭാ മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രമിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് BJP നേതൃത്വം കരുതുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് രണ്ട് മുന്നണികൾക്കും, അതായത് LDFനും UDFനും തങ്ങളുടെ സ്ഥാനം നിലനിർത്താൻ കുറച്ച് കൂടുതൽ വിയർക്കേണ്ടി വരും എന്നർത്ഥം. എന്നാൽ ഇക്കാര്യത്തിൽ ഏറെ ഭയത്തോടെ നിൽക്കുന്നത് ഇടതുമുന്നണിയാണ് എന്ന് നമുക്കറിയാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ LDFന് കൂടുതൽ തിരുത്തലുകൾ ആവശ്യമാണെന്ന നേതൃത്വ തലത്തിലും വലിയ ചർച്ചയും തീരുമാനവുമൊക്കെ ആയിട്ടുള്ളതാണ്. എന്നാൽ എത്രയും വേഗം തിരുത്തൽ നടപടികളിലേക്ക് കടന്നില്ലെങ്കിൽ അത് ഭാവിയിൽ വലിയ ദോഷം ചെയ്യുമെന്ന് തന്നെയാണ് വിലയിരുത്തലുകൾ വരുന്നത്. വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകളെയും തദ്ദേശ തെരഞ്ഞെടുപ്പുകളെയും അത് ബാധിക്കാനാണ് സാധ്യത. നിലവിൽ ഇടതുപക്ഷം വയനാട് ഉപതെരഞ്ഞെടുപ്പിനെയും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെയും വലിയ കാര്യമായിട്ടൊന്നും കാണുന്നില്ല എങ്കിലും ചേലക്കര മണ്ഡലം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാന മണ്ഡലം കൂടിയാണ്. അവിടെ ഇടതുപക്ഷത്തിന് നഷ്ടമുണ്ടായാൽ സിറ്റിംഗ് സീറ്റ് തന്നെയാവും CPMന് നഷ്ടമാകുക. അതുകൊണ്ട് ഇവിടെ CPMനെ കാത്തിരിക്കുന്ന ജീവൻ മരണ പോരാട്ടമാണ് എന്നർത്ഥം. ചേലക്കര നഷ്ടപ്പെട്ടാൽ അത് വരാൻ പോകുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തിന് ക്ഷീണം തന്നെയാകും സമ്മാനിക്കുക. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ ഏറ്റവും ശക്തിയുള്ള കക്ഷി CPM ആണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുമാത്രമല്ല, കേരളത്തിൽ മറ്റ് കക്ഷികളെക്കാൾ, രാഷ്ട്രീയ കക്ഷികളെക്കാൾ ഏറ്റവും അധികം വേരോട്ടമുള്ള ഒരു പാർട്ടിയും CPM തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും അധികം ജനകീയ അടിത്തറയുള്ള കക്ഷിയാണ് എന്നർത്ഥം. CPMനോടൊപ്പം നിൽക്കാൻ ശേഷിയുള്ള മറ്റൊരു ഒറ്റക്കക്ഷിയും ഇന്ന് കേരളത്തിലില്ല. എത്രത്തോളം പ്രതികൂല കാലാവസ്ഥ ഉണ്ടായാലും ശക്തമായ തിരിച്ചറിവ് നടത്താൻ മാത്രം ശേഷിയുള്ള ഒരു സംഘടനാ സംവിധാനം തന്നെ CPMനുള്ളിലുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഉണ്ടായത് നമുക്ക് ഉദാഹരണമായി വെക്കാൻ കഴിയും, അല്ലെങ്കിൽ കാണാൻ കഴിയും. നിലയില്ലാ കയത്തിലേക്ക് മുങ്ങിപ്പോയ അവസ്ഥയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMനുണ്ടായത്. അതേസമയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ അതിശക്തമായ തിരിച്ചുവരവാണ് CPM നടത്തിയത് എന്ന് നമുക്ക് കാണാം. 99 സീറ്റ് നേടി ചരിത്രപരമായ തുടർ ഭരണത്തിലേക്ക് ഇടതുപക്ഷം എത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ തിരുത്തൽ വരുത്തിയാൽ തന്നെ ഇടതുപക്ഷത്തിന് ഇപ്പോഴുണ്ടായ പരാജയത്തിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും. ചില കണക്കുകൾ പ്രകാരം CPMന് ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയുന്ന 38 നിയമസഭാ മണ്ഡലങ്ങളാണ് ഇപ്പോഴും നിലവിൽ ഉള്ളത്. സാമുദായിക സമവാക്യങ്ങൾ കൂടി ഒത്തുവന്നാൽ തന്നെ ഇതിൽ കൂടുതൽ സീറ്റുകൾ ഒറ്റക്കക്ഷി എന്ന നിലയിൽ നിന്നുകൊണ്ട് തന്നെ CPMന് സ്വന്തമാക്കാൻ കഴിയും. എന്നാൽ CPMന്റെ മുഖ്യ എതിരാളിയായി കാലങ്ങളായി നിലനിൽക്കുന്ന കോൺഗ്രസിനാകട്ടെ വെറും 9 നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമേ ഒറ്റയ്ക്ക് ഇന്ന് വിജയിക്കാൻ കഴിയൂ. മണ്ഡലങ്ങൾ തരംതിരിച്ചു നോക്കിയാൽ എറണാകുളത്ത് 5ഉം കോട്ടയത്തും കണ്ണൂരിലും ഈ 2 സീറ്റും എന്നിങ്ങനെ മാത്രമാണ് കോൺഗ്രസിന് ഒറ്റയ്ക്ക് വിജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ. അതേസമയം UDFലെ പ്രധാന ഘടകകക്ഷിയായ ലീഗിന് മറ്റാരുടെയും സഹായമില്ലാതെ 4 മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പിക്കാൻ കഴിയുന്ന നിലയുമുണ്ട്. ലീഗിനേറെ പ്രാധാന്യമുള്ള മലപ്പുറത്ത് 16 മണ്ഡലങ്ങളാണുള്ളത്. എന്നാൽ ഈ മണ്ഡലത്തിൽ പോലും ഒരു നേട്ടം ഉണ്ടാക്കണമെങ്കിൽ കോൺഗ്രസിൻ്റെയോ മറ്റ് മതസംഘടനയുടെയോ പിന്തുണ ലീഗിന് ആവശ്യമുണ്ട്. ഈ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ അപ്പോഴും CPM എന്ന ഒറ്റക്കക്ഷിക്ക് ഒപ്പമെത്താനുള്ള ശേഷി ലീഗിനുമില്ല, കോൺഗ്രസിനുമില്ല എന്നർത്ഥം. ഇപ്പോൾ നേട്ടമുണ്ടാക്കി എന്ന് കരുതുന്ന BJPക്ക് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഗുണം ചെയ്യുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. SNDPയുടെയും NSSന്റെയും പിൻബലത്തിലാണ് ഇപ്പോൾ BJP നേട്ടമുണ്ടാക്കിയതെന്ന് കാണാം. അതിൽ ഇരട്ട നിലപാട് സ്വീകരിച്ചിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ വിശ്വസിച്ച് SNDPയിലെ എത്ര പേർ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് പിന്തുണ കൊടുക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. കാര്യം മറ്റൊന്നുമല്ല, സമുദായത്തിലുള്ള വലിയൊരു വിഭാഗം ഇപ്പോൾ വെള്ളാപ്പള്ളി വിരുദ്ധരായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. തൻ്റെ പല തെറ്റുകളും മറച്ചു പിടിക്കാൻ വേണ്ടി CPMനെ, സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും മാറി മാറി സന്തോഷിപ്പിക്കാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. വെള്ളാപ്പള്ളിക്ക് കൂട്ടുനിന്ന് രജിസ്ട്രേഷൻ IGക്ക് പോലും ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി പോലും നേരിട്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം വെള്ളാപ്പള്ളിക്കെതിരായി സമുദായത്തിൽ വലിയൊരു വിഭാഗം ശക്തി പ്രാപിച്ചിരിക്കുകയാണ് എന്നാണ്. അങ്ങനെ വന്നാൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ഇടതുപക്ഷത്തിന് നേട്ടമായി മാറാൻ സാധ്യതയുണ്ട്. സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ രാഷ്ട്രീയ സമവായം ഉണ്ടാക്കാൻ വെള്ളാപ്പള്ളി ശ്രമിക്കുന്നത് എന്ന് തന്നെയാണ് വലിയൊരു വിഭാഗം തിരിച്ചറിഞ്ഞിട്ടുള്ള സത്യം. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സമുദായ വോട്ടുകൾ ഇടതുപക്ഷത്തിലേക്ക് തന്നെ എത്തിച്ചേരാനുള്ള സാധ്യതകളാണ് തെളിയുന്നത്. അങ്ങനെ സംഭവിച്ചാൽ പരമ്പരാഗത വോട്ടുകളെല്ലാം തന്നെ പതിവ് പോലെ ചോർച്ചയില്ലാതെ ഇടതുപക്ഷത്തിലേക്ക് എത്തും. അതിനുവേണ്ട തിരുത്തൽ നടപടികൾക്ക് പാർട്ടി തയ്യാറാവേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ സംഭവിച്ചാൽ BJPക്ക് ഇപ്പോഴുണ്ടായ നേട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കുക തന്നെ ചെയ്യും.
അങ്ങനെ പലപ്പോഴും സാമുദായിക സംഘടനകളുടെ അല്ലെങ്കിൽ സമവാക്യങ്ങളുടെ പിൻബലത്തിൽ മാത്രമാണ് കേരളത്തിൽ BJP നേട്ടമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം CPM-നെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു തരത്തിലുള്ള നേട്ടമാണുള്ളത്. അങ്ങനെ ശക്തമായ ഒരു അടിത്തറയിലേക്ക് എത്താൻ വേണ്ടി CPM-നെ അല്ലെങ്കിൽ അത് ഉൾപ്പെടുന്ന ഇടതുപക്ഷത്തെ പ്രാപ്തരാക്കിയത് വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും തൊഴിലാളി സംഘടനകളും ഒക്കെയാണ് എന്നത് ഇപ്പോൾ ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കൾ മറന്നുപോകുന്നു എന്നുള്ള ഒരു വസ്തുത ഇവിടെ ബാക്കിയാണ്. മറ്റൊരു കാര്യം കൂടി പരിശോധിച്ചാലേ സംസ്ഥാനത്തെ CPM-ന്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയും. ഇടതുപക്ഷത്തെ മറ്റ് ഘടകകക്ഷികൾക്കൊന്നും തന്നെ പാർട്ടിയുടെ ലേബൽ ഇല്ലാതെ ഒരിടത്ത് പോലും ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് വിജയിക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. CPI-ക്കോ INL-നോ മറ്റേത് പാർട്ടിക്കും ഒറ്റയ്ക്ക് മത്സരിച്ചാൽ വിജയിക്കാൻ കഴിയില്ല. KB ഗുണേഷ് കുമാറിന് ആണെങ്കിൽ പോലും പത്തനാപുരത്ത് മാത്രമേ വിജയിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ശരിയായ തിരുത്തലും സാമുദായികമായി മറ്റൊരു സമവായവും കൂടി ഉൾക്കൊണ്ട് ചില മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ ഇടതുപക്ഷത്തിന് മികച്ച ഒരു നേട്ടത്തിലേക്ക് എത്താൻ വരുന്ന തെരഞ്ഞെടുപ്പിൽ കഴിയുകയുള്ളൂ എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ശരിയായ തിരുത്തലും സാമുദായികമായ മറ്റൊരു സമവായവും കൂടി ഉൾക്കൊണ്ട് ചില മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ ഇടതുപക്ഷത്തിന് മികച്ച ഒരു നേട്ടത്തിലേക്ക് എത്താൻ വരുന്ന തെരഞ്ഞെടുപ്പിൽ സാധിക്കുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ലോകനാഥൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.